പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഏപ്രിൽ മാസം 22 ഹല്ലേലൂയ സ്തോത്രം ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഓരോ പ്രഭാതവും നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മുടെ ദൈവം വിശ്വസ്തനാകുന്നു എന്നാണ്. ഓരോ പ്രഭാതവും നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പുതിയ കൃപകളെക്കുറിച്ചും പുതിയ കരുണയെക്കുറിച്ചുമാണ്. കാരണം ഓരോ പ്രഭാതത്തിലും നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപ പുതുതായിട്ട് വരുന്നു, നമ്മുടെ മേലുള്ള കരുണ വലുതായിട്ട് വരുന്നു. ഓരോ പ്രഭാതത്തിലും നമ്മൾ ഉണരുമ്പോൾ അത് ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ് നമ്മൾ ഉണർന്നത്. ഞാൻ കിടന്നുറങ്ങി, അങ്ങല്ലോ എന്നെ ഉണർത്തിയത്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അതുകൊണ്ട് ആ കരുണയ്ക്കും കൃപയ്ക്കും വിശ്വസ്തതയ്ക്കുമൊക്കെ ആയിട്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തു പരിപാലിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയല്ലോ, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നല്ലോ, അതിനായിട്ടും കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന പുതിയ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അതോരോ പ്രഭാതത്തിലും പുതുക്കി പുതുക്കി വരുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞു. ഞങ്ങൾ നശിച്ചു പോകാതിരിക്കുന്നത്, ഞങ്ങൾ തകർന്നു പോകാതിരിക്കുന്നത് അങ്ങയുടെ ദയയാകുന്നു, അതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ നശിച്ചു പോകാത്തത് അങ്ങയുടെ ദയ, ഞങ്ങൾ തകർന്നു പോകാത്തത് അങ്ങയുടെ കൃപ. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ ദയയ്ക്കും അങ്ങയുടെ കൃപയ്ക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം അപ്പാ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങ് തന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയും. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നത് അങ്ങയുടെ കൃപയ്ക്കായിട്ട് സ്തോത്രം, അങ്ങയുടെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അപ്പാ, ഞങ്ങൾ ഇന്നായിരിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. ഞങ്ങൾ വന്നതല്ല, അങ്ങ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ എത്തിയതല്ല, അങ്ങ് ഞങ്ങളെ എത്തിച്ചതാണ്. ഞങ്ങൾ ഉയർന്നതല്ല, അങ്ങ് ഞങ്ങളെ ഉയർത്തിയതാണ്. അങ്ങയുടെ വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല, അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും സാധ്യമല്ല. അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ ഇഷ്ടമല്ലപ്പ, അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. ഞങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളിൽ തിരുഹിതം എന്തെന്ന് വെച്ചാൽ അത് നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാക്കിനാലോ ക്രിയയാലോ ഞങ്ങൾ എന്ത് ചെയ്താലും അത് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയെ ഉയർത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരട്ടെ. കർത്താവെ, ഇന്ന് പകൽ അങ്ങയെ ഉയർത്തുന്ന പകലായി മാറട്ടെ, അങ്ങയെ മഹത്വീകരിക്കുന്ന പകലായി മാറട്ടെ, അങ്ങയുടെ നാമത്തെ വാഴ്ത്തുന്ന പകൽക്കാലമായി ഇന്നത്തെ പകൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ ആ യേശുവിൻ്റെ നാമം ഉയരട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ, യേശുവിൻ്റെ നാമം ഉയരട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിനും അങ്ങ് നല്ല വൈദ്യനാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സകല രോഗങ്ങളും വിട്ടുപോകട്ടെ. ആമേൻ. ശരീരത്തിലുണ്ടായിരിക്കുന്ന അനാവശ്യമായ ഗ്രോത്തുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകാൻ കൽപ്പിക്കുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ശരീരത്തിലുള്ള അനാവശ്യമായ ഗ്രോത്തുകൾ ഇപ്പോൾ അപ്രത്യക്ഷമായി പോകട്ടെ. അതുപോലെ ജനറൽ വീക്ക്നെസ്, എഴുന്നേറ്റ് നടക്കാനൊക്കെ ഭയങ്കര പ്രയാസം, ശാരീരികമായി ഭയങ്കര ക്ഷീണം അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ. നാളുകളായി ആമേൻ ബെഡിൽ കിടന്ന് ബെഡ് സോറുകൾ ആമേൻ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ഹീലാകാതിരിക്കുന്ന മുറിവുകൾ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും സ്പിരിറ്റിനെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു. അതുപോലെ കർത്താവെ, അങ്ങ് എല്ലാ താമസങ്ങളും, വിദ്യാഭ്യാസത്തിനുള്ള താമസങ്ങൾ, വീട് പണിയുവാനുള്ള താമസങ്ങൾ, വിവാഹത്തിനുള്ള താമസങ്ങൾ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറ്റുന്നു. നസറേനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാം ദൈവിക സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എല്ലാം ദൈവിക സമയത്ത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ വേലയിൽ മുന്നേറുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ കർത്താവ് ഈ പ്രഭാതത്തിൽ ആമേൻ ഇന്ന് വൈകിട്ടത്തെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിങ്ങിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു. അത് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നാമം അതിലൂടെ മഹിമപ്പെടട്ടെ. അങ്ങനെ രാജ്യം അതിലൂടെ വളരട്ടെ. ദൈവസഭ അതിലൂടെ ശക്തി പ്രാപിക്കട്ടെ. അതിലൂടെ അനേകർ മാനസാന്തരപ്പെടുവാൻ ആമേൻ ക്രിസ്തുവിൽ ഉറയ്ക്കുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. സകല മഹത്വവും പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഇന്ന് വൈകിട്ട് കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് 9:30 9:30 ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആരംഭിക്കും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങൾ പങ്കെടുക്കുക. അത് നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ. എന്നാൽ അവൻ തൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വെക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന വ്യത്യസ്തമായൊരു ആലോചനയാണ്. അതായത് ഈ ലോകത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്ത് നോക്കുക, കമ്പാരിസൺ ചെയ്ത് നോക്കുക. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു അത് വലിയ പരാജയത്തിന് കാരണമാകും. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ, ഇപ്പോഴത്തെ കാലമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോ ഓഫിൻ്റെ കാലഘട്ടമാണ്. ലോകം അവർക്കുള്ള ഇങ്ങനെ മറ്റുള്ളവരെ എല്ലാം കാണിക്കുക അങ്ങനൊരു എല്ലാ മേഖലയിലും സോഷ്യൽ മീഡിയ ലോകത്തിൽ ഇങ്ങനെ ശക്തമായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ പ്രഭാവം ഏറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകടമാക്കുക നമുക്കുള്ളത് പ്രകടമാക്കുക. ഒരു കാര്യം ഓർക്കണം, ഈ പ്രകടമാക്കുമ്പോൾ ഈ പ്രകടമാക്കുന്നതെല്ലാം തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ നല്ല കാര്യങ്ങളെ മാത്രമേ പ്രകടമാക്കത്തുള്ളൂ. ഇപ്പോൾ ഒരു ഫോട്ടോ കാണിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഫോട്ടോ ഇടുന്നതിന് മുമ്പ് എത്ര ഫോട്ടോ എടുത്തു, അപ്പോൾ ആ ആദ്യത്തെ ഫോട്ടോകളെല്ലാം തന്നെ മോശമായതിന് ശേഷം ഒരു ഫോട്ടോ നല്ലതാകുന്നതാണ് എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോ കണ്ടിട്ട് ആ ഫോട്ടോ ഇങ്ങനെ പ്രചരിക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ ഇത് കാണുമ്പോൾ പറയും, കണ്ടോ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ലോകത്തിലേക്ക് ഭൂമി മാറിക്കൊണ്ടിരിക്കുക. ലോകം അതൊരു ട്രെൻഡായിക്കൊണ്ടിരിക്കുക. ശുശ്രൂഷകന്മാർ തന്നെ അവരെ പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ബിസിനസ്സുകാർ അവരെ പരസ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ അവരെ പരസ്യമാക്കിക്കൊണ്ടിരിക്കും. അങ്ങനൊരു കാലഘട്ടത്തിലാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, നമ്മൾ ആരെയും നമ്മൾ അവരുമായിട്ടൊന്നും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നീ നിന്നെ ദൈവം ഏൽപ്പിച്ച പണി വിശ്വസ്തയോടെ ചെയ്യുക. നീ നമ്മൾ ഈ ലോകത്തിൽ കമ്പാരിസന് പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും മാനസികമായ വിഷമങ്ങളുണ്ടാകും. കണ്ടോ അവർക്കതുണ്ട്, എനിക്കിതില്ലല്ലോ, അവരങ്ങനെ ചെയ്യുന്നു. അപ്പം ഒരു ഭാര്യ ഭർത്താവിനോട് പറയുന്നു, കണ്ടോ അവരെപ്പോഴും കറങ്ങാൻ പോവുക, അവരെപ്പോഴും കറക്കത്തോടെ കറക്കുമാ, കണ്ടോ ഇവർ ഈ കറങ്ങുന്ന ഫോട്ടോ മാത്രമേ ഉള്ളൂ, വീട്ടിലെ അടിയുടെ ഫോട്ടോ ഇടത്തില്ല. അപ്പോൾ എന്നാ പറ്റി, ഇവർ പറയുന്നത് കണ്ടോ അവരെപ്പോഴും പാർക്കിൽ പോയിരിക്കുന്നു, അവർ പണ്ടങ്ങാണ്ട് എഡിറ്റ് ചെയ്തിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഭാര്യയും ഭർത്താവിടെ പ്രശ്നം ഉണ്ടാകുക. അവർ പറയുകയാണ്, കണ്ടോ അവർ കറങ്ങാൻ പോകുന്നു, അവർ തമ്മിലുള്ള സ്നേഹം കണ്ടോ, ഇവർ തമ്മിലുള്ള പ്രശ്നം അയൽവാസിയോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളിലൂടെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നൊരു ഉപദേശം, നീ നിൻ്റെ കാര്യം നോക്കി ഭൂമിയിൽ ജീവിക്കുക. നീ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാനായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ കയറി ഇറങ്ങി അവരുടെ സ്റ്റാറ്റസുകളും അവരുടെ റീലുകളും അവരുടെ അതും ഇതുമൊക്കെ കണ്ട് നിൻ്റെ മനസ്സ് തകർന്നു കളയരുത്. നീ നിൻ്റെ കാര്യം നോക്കുക. ദൈവം നിന്നെ നടത്തും. നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് കോമ്പറ്റീഷൻ വേൾഡിലേക്ക് പോകാൻ പാടില്ല. അത് കാരണം നിരാശപ്പെട്ടു പോകാൻ പാടില്ല. വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുക. നമ്മളധികം നമ്മളെ പരസ്യമാക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. യേശു തൻ്റെ ശുശ്രൂഷയിൽ അധികം പരസ്യത്തിന് പോയിട്ടില്ല. യേശുവിൻ്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു, നീ വലിയ ഫേമസ് ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിലും ഉടനെ പറഞ്ഞു, ഞാൻ ഫേമസ് ആകാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെ പരസ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അത് ദൈവമായിട്ട് ചെയ്യട്ടെ. നമ്മളായിട്ട് കിടന്ന് നമ്മുടെ പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ദൈവമക്കൾ പഠിച്ചിരിക്കുക. ഒന്നത്. 2, മറ്റുള്ളവർ പരസ്യം കൊടുക്കുന്നത് കണ്ട് നീ അതിനുമായിട്ട് താരതമ്യം ചെയ്തിട്ട് നിന്നെ വിലയിരുത്തേണ്ട ആവശ്യമില്ല. ദൈവം നിന്നെ അവൻ്റെ സാദൃശ്യത്തിലും അവൻ്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നു. അവൻ്റെ ജ്ഞാനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ദൈവം നിന്നെക്കുറിച്ച് മുന്നമേ കണ്ടിട്ടുണ്ട്. അതിലൂടെ കർത്താവ് നടത്തിക്കോളും. അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയ, സാമൂഹിക മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റുള്ളവരോട് താരതമ്യം ചെയ്ത് നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കർത്താവ് നിന്നെ വിളിച്ചത് അവരെ വിളിച്ചതുപോലല്ല നിന്നെ വിളിച്ചത്. നിൻ്റെ വിളി വ്യത്യസ്തമാണ്. നിന്നോടുള്ള ദൈവത്തിൻ്റെ നീതി വ്യത്യസ്തമാണ്. നിന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. അതുകൊണ്ട് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരും
നിങ്ങൾ കർത്താവ് നിങ്ങളെ വിളിച്ച വിളിയിൽ വിശ്വസ്തയോടെ, ഉറപ്പോടെ, ധൈര്യത്തോടെ നിൽക്കുക. മറ്റാരെയും താരതമ്യം ചെയ്യാൻ പോകണ്ട, മറ്റാരുടെയും കാര്യം നോക്കാൻ പോകണ്ട. ഞാൻ പറഞ്ഞത് നന്മ ചെയ്യേണ്ട എന്നല്ല. ഈ ലോകത്തിൽ ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള ആ കമ്പാരിസണിലേക്ക് പോകരുത്. ശ്രദ്ധയോടെ അവൻ കർത്താവിൽ ആശ്രയിച്ച് ഫോക്കസ്ഡ് ആയിട്ട് പോവുക. ഇത് മറ്റൊരാളെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മളങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി പോയി. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവരൊക്കെ അങ്ങനെയാണല്ലോ, നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നൊരു തോന്നൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അതുണ്ടാകാതിരിപ്പാൻ ആമേൻ ശ്രദ്ധയോടെ നിന്നെ വിളിച്ച ദൈവത്തെ, ആമേൻ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ മനസ്സിലാക്കി, ആമേൻ ഏകാഗ്രതയോടെ, വിശ്വസ്തയോടെ കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ സ്നേഹത്തിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് കമ്പാരിസൺ പാടില്ല. ആമേൻ ശ്രദ്ധിക്കുക. ആമേൻ ശുശ്രൂഷകന്മാർ തമ്മിലായാലും ബിസിനസ്സുകാർ അവരെ ഓരോരുത്തരെ ഏൽപ്പിച്ച പണി അവർ ചെയ്തോട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അധികം പരസ്യത്തിന് പോകാതെ, അധികം പബ്ലിസിറ്റിക്ക് പോകാതെ നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സൂക്ഷിച്ച് മുന്നേറുവാൻ കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്കൊരു നല്ല പ്രബോധനം തരുന്നു. സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തി പറയാം. അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കാരണം എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഹല്ലേലൂയ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ നമ്മൾ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് and highly favored. God bless you. God bless you. God bless you.